നമസ്കാരം, യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒ പിയിൽ വന്ന ഒരു പേഷ്യൻറ്റിൻ്റെ കാര്യം ആണ് സംസാരിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന് 35 ഇയേഴ്സ് ഉണ്ട്. പുള്ളിയുടെ മെയിൻ പ്രോബ്ലം മാരേജ് കഴിഞ്ഞിട്ട് 10 ഇയേഴ്സായി. പക്ഷേ അന്ന് തൊട്ട് പുള്ളിക്ക് ഒരു പ്രോബ്ലം ഇങ്ങനെയുണ്ട്, അതായത് പ്രിമേച്ചർ ഇജാക്കുലേഷനാണ്. അതിന് കുറച്ച് നാളൊക്കെ ഇങ്ങനെ ഇത് കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇത് മാറും എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഇരുന്നു. പക്ഷേ അതിനകത്ത് വലിയൊരു മാറ്റമൊന്നും കണ്ടില്ല. മരുന്നൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ അന്നേരത്തേക്കൊരു ചേഞ്ചസ് വരും. പക്ഷേ മരുന്ന് നിർത്തി കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ ആകും. അങ്ങനെ ഒരു പ്രിമേച്വർ ഇജാക്കുലേഷന് ശീഘ്രസ്ഖലനം എന്ന് പറയും. അതിനുവേണ്ടി വന്നു. ഇങ്ങനെ എന്തെങ്കിലും ഒരു ശാശ്വത പരിഹാരം ഉണ്ടോ എന്ന് ചോദിച്ചാണ് ഈ രോഗി വന്നത്. അപ്പോൾ ഞങ്ങൾ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കി. ഹോർമോൺസ് എല്ലാം നോർമലാണ്. ബാക്കി എല്ലാ പ്രോബ്ലംസും സ്ട്രക്ചറൽ അബ്നോർമാലിറ്റി ആയിട്ടൊന്നും കണ്ടില്ല. ആകെപ്പാടെ നമ്മൾ കണ്ടത് ഈ ഗ്ലാൻസ് പെനീസിലെ ഈ പ്രൊപ്യൂസ്, അതിൻ്റെ അഗ്രജാമം വളരെ ടൈറ്റായിട്ടിരിക്കുന്നു പറഞ്ഞാൽ യൂറിൻ പാസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, ബാക്കിലോട്ട് മാറാനായിട്ട് ഇച്ചിരി ടൈറ്റാണ്. ആ സ്കിൻ പുറമോട്ട് മാറ്റുമ്പോൾ അവിടെ വളരെ റെഡിഷ് കളറായിട്ടും ഇരിക്കുന്നു. അത് ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ളൊരു സ്കിന്നാണ്. അപ്പോൾ ഈ ഒരു സെൻസിറ്റീവ് സ്കിന്ന് വെളിയിൽ ഈ ഇൻ്റർകോഴ്സ് സമയത്ത് ടച്ച് വരുമ്പോൾ പെട്ടെന്ന് ഈ പ്രിമേച്വർ ഇജാക്കുലേഷൻ ഉണ്ടാകും. ഇതിന് ശാശ്വത പരിഹാരമായിട്ട് സജസ്റ്റ് ചെയ്തത് സർക്കംസിഷനാണ്. അതായത് ഈ സ്കിൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള മെക്കാനിസം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഗ്ലാൻസ് ആ പാർട്ട് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ സെൻസേഷൻസ്, ആ സെൻസിറ്റിവിറ്റി ഇച്ചിരി കുറയും. സെൻസിറ്റിവിറ്റി കുറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പ്രീമേച്വർ ഇജാക്കുലേഷന് ഒരു ട്രീറ്റ്മെൻ്റ് ആകും. അങ്ങനെ ഞങ്ങളത് ചെയ്തു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 3 months കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഗ്രാജുവലി മാറ്റങ്ങൾ വരാൻ തുടങ്ങിയെന്ന് പറഞ്ഞ് മരുന്നുകളൊന്നുമില്ലാതെ ഏകദേശം കറക്റ്റഡ് ആകുകയും ചെയ്തു. അതുകൊണ്ട് സർക്കംസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും യൂറിൻ പോകാതെ വരുമ്പോഴോ അല്ലെങ്കിൽ കംപ്ലീറ്റ് മൂത്രം അടഞ്ഞിരിക്കുമ്പോഴോ ഒന്നും ചെയ്യേണ്ട ഒരു സർജറി അല്ല. ഇതുപോലുള്ള ചില കാര്യങ്ങൾക്കും സർക്കംസിഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇതൊരു കാരണമാണോ ഈ പ്രീമേച്വർ ഇജാക്കുലേഷൻ്റെ ആണ് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അത് ട്രീറ്റ് ചെയ്താൽ ഇത് കംപ്ലീറ്റായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് മാറ്റിയെടുക്കാവുന്നതാണ്. നന്ദി. മറ്റൊരു വിഷയമായി വീണ്ടും വരും.